ഈ കവിത കേൾക്കുന്ന നിങ്ങളോടാണ്. നിങ്ങളെവിടെയാണ് നിൽക്കുന്നത്? ഇരിക്കുന്നത്? നല്ല ഉറപ്പുള്ള ഭൂമിയിലാണോ? ഓ, ആർ യു ഫോളിങ്? നിങ്ങൾ വീണുകൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ ഈ നിമിഷത്തിൽ? ലിയനാർഡ് നാഥൻ എന്ന അമേരിക്കൻ കവിയുടെ ഒരു കവിതയുണ്ട്, ഫോളിങ്. ആ കവിത വായിക്കുമ്പോൾ നമ്മുടെ കാൽ കീഴിൽ നിന്ന് ഭൂമി തെന്നി മാറുന്നത് പോലെ തോന്നും. We get a sensation that we are in fact falling so slowly that we hardly notice it. Weird, അല്ലേ? നമസ്കാരം. കപ്പ് ഓഫ് കവിതയിലേക്ക് വീണ്ടും സ്വാഗതം. Today we are exploring one of the most destabilizing yet somehow comforting poems about the human condition, falling. The poem begins simply. Our poet falls in his own house. Some dark, unnoticed, forgotten thing strikes his ankle and our poet falls. Then Nathan the poet makes a philosophical leap. Some falls are so slow that it takes years after that you realize that you were falling. വർഷങ്ങളെടുക്കും ആ വീഴുകയാണെന്നുള്ളത് തിരിച്ചറിയാൻ. കവിയെപ്പറ്റി രണ്ട് വാക്ക്. ലിയനാർഡ് ഇ നാഥൻ was an American poet, critic and professor emeritus of rhetoric at the University of California, Berkeley, where he retired in 1991. കാലിഫോർണിയയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. നമുക്ക് കവിതയിലേക്ക് പോകാം. Wherever you choose to stand in this world, that place, firm as it feels, is a place for falling. Wherever you choose to stand in this world, നിങ്ങൾ എവിടെ നിൽക്കാൻ തീരുമാനിച്ചാലും, ഇനി ആ സ്ഥലം എത്ര ഉറപ്പുള്ളതാണെങ്കിലും അത് അതേ സ്ഥലം നിങ്ങൾക്ക് അടിതെറ്റി വീഴാനുള്ള ഇടം കൂടിയാണ്. So the poet says that all places, even though they seem to be firm, are places for falling. So this firmness, that is an illusion. Falling is the reality. അതാണ് പരമമായ സത്യം. അതാണ് കവി പറയുന്നത്. So the decision to choose a place for standing, that doesn't alter this reality. You are falling. You will fall. എന്താണ് കവി ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം? വാട്ട് ആക്ച്വലി ട്രിഗേർഡ് ഹിം ആൻ ആക്ച്വൽ ഫോൾ? ഇൻ മൈ ഓൺ ഹൗസ് ഐ ഫെൽ, എ ഡാർക്ക് തിങ് ഫർഗോട്ടൻ സ്ട്രക്ക് മൈ ആങ്കിൾ ആൻഡ് ഐ ഫെൽ. Our home is considered as the safest place for all of us, അല്ലേ? It is the most familiar. നമുക്ക് ഏറ്റവും പരിചിതമായ, നമ്മൾ സുരക്ഷിതമെന്ന് കരുതുന്ന ഏറ്റവും ഫേമായിട്ടുള്ള ഒരു ഭൂമിയാണ്, നമ്മുടെ ഇടമാണ് നമ്മുടെ വീട്. അവിടെയാണ് പോയറ്റ് വീണിരിക്കുന്നത്. സം ഡാർക്ക് അൺനോട്ടീസ്ഡ് ഫൊർഗോട്ടൻ തിങ് സ്ട്രക്ക് ഹിസ് ആങ്കിൾ ആൻഡ് ഹി ഫെൽ. നൗ ദിസ് പേഴ്സണൽ, ദിസ് സ്പെസിഫിക് മൊമെൻറ്റ് becomes a gateway to some universal truth in the poem. Some falls are so slow, you don't know you're falling till years later, and maybe falling still. കവി പറയുന്നു, ചില വീഴ്ചകൾ വളരെ പതിയെയാണ്. ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാവും നമ്മൾ കാണുന്നത്, തിരിച്ചറിയുന്നത് that we were falling. തിരിച്ചറിയുമ്പോൾ ഒന്നും ചെയ്യാനുമാവില്ല. And maybe falling still. നമുക്കറിയാം കവി ഉദ്ദേശിച്ചത് നോട്ട് അബൌട്ട് ഫിസിക്കലി ഫോളിങ്. പക്ഷേ എന്താ ആ ഗ്രാജുവൽ കൊളാപ്സസ് ഇൻ ലൈഫ്? വാട്ട് ആർ ദേ? ഇറ്റ് കുഡ് ബി അബൌട്ട് അവർ റിലേഷൻഷിപ്സ് ഇൻ ലൈഫ്. ചില ബന്ധങ്ങളൊക്കെ വളരെ സാവധാനം ശിഥിലമായി പോകുന്നത് കണ്ടിട്ടില്ലേ? രണ്ടുപേരും അറിയില്ല ദാറ്റ് ബോത്ത് ഓഫ് ദം ആർ ഫോളിങ് ത്രൂ. രണ്ടുപേരും വീണുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. തന്നെ സ്നേഹിക്കാത്ത ഒരാളുടെ കൂടെ ഒരു ജന്മം മുഴുവൻ പാഴാക്കി എന്നുള്ള ആ ഒരു വസ്തുത തിരിച്ചറിയുന്നത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാവും.
അപ്പം he could be falling through all these years. അതുപോലെ തന്നെ നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും കൊണ്ടല്ലേ, ഒരുപാട് പ്രതീക്ഷകളും, അതുപോലെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞാണ് ഓരോ കരിയറിൽ നമ്മൾ ഇറങ്ങുന്നത്. ഞാൻ അടുത്തിടെ എൻ്റെ ഒരു ശിഷ്യ, അവൾ ജേർണലിസം ഫീൽഡിലാണ്, മീഡിയ പേഴ്സണാണ്, മാധ്യമപ്രവർത്തകയാണ്. ഞാൻ ചോദിച്ചു, അന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടൊക്കെ കയറിയതല്ലേ, ഒരുപാട് നിലപാടുകളുണ്ടായിരുന്നു, ഈ നിലപാടുകളൊക്കെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടെന്ന്. കുറച്ച് നേരം എൻ്റെ മുഖത്ത് നോക്കിയിരുന്നു. കാര്യം പണ്ട് ഒക്കെ എന്നോട് പറയുമായിരുന്നു, ഇങ്ങനെ ഒരുപാട് വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പിന്നെ ഒന്നാണ്, നമ്മളൊക്കെ സോഷ്യൽ മീഡിയ അഡിക്ട്സ് ആണല്ലേ. നമുക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം, ഒരുപാട് യാത്രകൾ ചെയ്യണം, ഒരുപാട് ബന്ധുക്കളുമായിട്ടൊക്കെ ഒത്തിരി നേരം നമ്മൾ സംസാരിച്ചിരിക്കണം, മക്കളോട് സംസാരിക്കണം, അച്ഛനമ്മമാരോട് പോയി സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷേ റീലുകളിലൂടെ നമ്മളിങ്ങനെ തെന്നി ജീവിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മൾ ഈ സ്വപ്നങ്ങളിൽ നിന്ന് അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ദാറ്റ് വി ആർ ഫോളിങ് ത്രൂ, വി ആർ സ്ലോലി ഫോളിങ്. Wherever you choose to stand in this world, that place, firm as it feels, is a place for falling. In my own house I fell. A dark thing, forgotten, struck my ankle and I fell. Some falls are so slow, you don't know you're falling till years later, and maybe falling still. ഇനി നിങ്ങൾ പറയൂ, വേറെ എന്തൊക്കെ തരം വീഴ്ചകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്?